SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഗുഡ് ഈവനിങ്. പറയുമ്പോ നമുക്ക് ഒത്തിരി നേരമുണ്ട്, പക്ഷേ ഈ ഒത്തിരി നേരം ഇത്തിരി കാര്യങ്ങളായിട്ട് പെട്ടെന്ന് ഓടിപ്പോവും. വേഗം സമയങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? സോ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് ബർത്ത് പെയിൻസ് ബൈ ദ കോട്ട് ലോങ് ലൈഫ് സ്റ്റാർ മാജിക്. അങ്ങനെ SLC അതുപോലെ തന്നെ ഈ ബോർഡ് എക്സാംസ് ഒക്കെ +2 എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ? സോ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 90+ മൈ ട്യൂഷൻ ആപ്പ് പുതിയ അപ്ഡേഷൻസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് SLC എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട്, അതായത് ചാപ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് 90+ മൈ ട്യൂഷൻ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഫോക്കസ് ഏരിയ മെറ്റീരിയൽസും 90+ മൈ ട്യൂഷൻ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഇതുവരെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവര് നിങ്ങൾക്ക് 90+ മാർക്ക് വാങ്ങാനായിട്ട് ഡൗൺലോഡ് ചെയ്യുക 90+ മൈ ട്യൂഷൻ ആപ്പ്. ഏതായാലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഇത്തിരി നേരത്തില് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ 2 ടീം മെമ്പേഴ്സിനെയും ടീം ക്യാപ്റ്റൻസിനെയും ഒക്കെ വിളിക്കല്ലേ. വന്നാലല്ലേ അങ്ങോട്ട് കോമ്പറ്റീഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് വെൽക്കം ദ എൻഡ് ടീം ടു സ്റ്റാർ മാജിക്. ഓരോ ദിവസം ചെല്ലുന്തോറും ആളങ്ങ് കുഞ്ഞതായി ചെറുതായി എങ്ങായി വരിക. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഹുഡുള്ള ടീഷർട്ട്, ചന്ദനക്കുറി, ഇതൊക്കെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി ആക്കി അല്ലെങ്കിൽ സിഗ്നേച്ചർ ആക്കി മാറ്റിയിട്ടുള്ളതാണോ? ചന്ദനക്കുറി എന്ന് പറയുമ്പോൾ 2015 സിനിമയിൽ വന്ന ആ സമയത്തുള്ള ഇന്റർവ്യൂലൊന്നും ഞാൻ അങ്ങനെ ചന്ദനക്കുറി ഉപയോഗിച്ചിരുന്നില്ല. എന്താണ് ഭക്തിയായിട്ട് വലിയ ബന്ധമില്ല. പലപ്പോഴും ഈ ഇന്റർവ്യൂ എല്ലാം വരുന്ന സമയത്ത് ആളുകളുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് സൈഡിലോ കൂടുതൽ ഇതാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രാക്ക്, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടെന്നായിട്ട് തോന്നി. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പൊട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ആ പൊട്ടായിരിക്കും കാണും. അത് ലേശം കുറയും എന്ന ധാരണയിൽ ഞാൻ ചെയ്തതാണ്. ശരി, ഞാൻ ലക്ഷ്മി, ഞാൻ പറഞ്ഞ സന്തോഷമായിട്ട് ഡ്രസ്സിങ് സെൻസ് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഡ്രസ്സ് എവിടെ അന്വേഷിച്ചിരുന്നാലും നമുക്ക് കിട്ടൂല. ഇത് എവിടെ ഹിമാലയത്തിൽ നിന്ന് വാങ്ങിയതാണ്. ആക്ച്വലി വളരെ എന്നോട് പലരും ചോദ്യം, ഈ ഡ്രസ്സ് എന്നല്ല, പലപ്പോഴും നമ്മുടെ കോളർ ഒരു കളറായിരിക്കും, ജനറലി കീശ വേറെ കളർ, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ശരിക്കും വളരെ ഒരുപാട്, എനിക്ക് കോഴിക്കോട്, എൻ്റെ ജില്ല കോഴിക്കോടാണ്, ഒരു ഷർട്ടിന് വേണ്ടിയിട്ട് കോഴിക്കോട് മൊത്തം നോക്കിയാലും ചിലപ്പോൾ കിട്ടാറില്ല. അവരെല്ലാ ടൈപ്പും കാണിച്ചൊരു ഇങ്ങനെ കമ്പനി. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെയല്ല, ഈ ചെറിയ മക്കളെ ഡ്രസ്സ് പോലത്തെ കിട്ടണമെന്ന് പറയും. പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരുപാട് ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ വില വളരെ കുറവാണ്. അല്ല, അതല്ല, എനിക്ക് ആദ്യകാലത്തൊക്കെ എനിക്ക് നമ്മൾ ഒരു സിനിമ നടി എന്നൊക്കെ പറയുമ്പോൾ ലേശം ജാട വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും പറയിച്ചേ ഈ സന്തോഷ് പണ്ഡിറ്റ് നിന്റെ ജാടയില്ല. അപ്പോൾ ഞാൻ ശിക്ഷേ ഇപ്പം എന്ത് ചെയ്യും, കുറേ ആലോചിച്ച് പലരോടും ചോദിച്ചോടാ ഞാനൊരു ജാടയാന്ന് കെപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും ഇങ്ങനെ ക്ലാസ് ചെയ്യാം, രാത്രിയോ പകലോ എവിടെ ചെല്ലും, അതൽപ്പങ്ങളെ ഫ്ലോറിൽ ഒരു ഗ്ലാസിന്റെ ആവശ്യമില്ല. അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ അപ്പോൾ ആളുകൾ വിചാരിക്കേ ഇപ്പൊ രാത്രി സമയത്തൊക്കെ ഒരു മനുഷ്യൻ എന്തിനാണ് ഇഷ്ടം ഇതിടുന്നത്, അപ്പൊ ആളുകൾ കണ്ട അവനൊരു ജാടയാണ്. അപ്പൊ ആ എങ്ങനെയെങ്കിലും ഒരു ജാടയാണെന്ന് കേൾപ്പിക്കാനുള്ള ഒരു, അല്ലാതെ ആളുകൾ പറയുന്നില്ല ജാടയാണ് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് പേഴ്സണൽ ഇതിലേക്ക് പോവാട്ടോ.
ലൈഫില് അല്ല ചോദിക്കട്ടെ ലൈഫില് എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? അതോ സ്റ്റിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ? പ്രണയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു മിനിറ്റ്. എന്നാട്ടാ 5 കാൽക്കുലേറ്റർ 6 7 8 കഴിഞ്ഞില്ലേ? 9 10. ആ, ഞാൻ എന്റെ പേരില് കടം തരാം. ആരുമില്ല. എടാ. അല്ല, ഞാൻ പറയുന്നത് ആ. ഞാൻ എണ്ണുകയായിരുന്നു ഞാൻ എത്ര പേരെ പ്രണയിച്ചു എന്നുള്ളത്. പക്ഷേ ഇവരാരും എന്നെ പ്രണയിച്ചില്ല. തിരിച്ച് പ്രണയിച്ചില്ല. പക്ഷേ കുറെ തേപ്പ് കിട്ടിയെന്നൊന്നും പറയല്ല. ഞാൻ പലരെയും പ്രണയിച്ചു, പക്ഷെ ഒന്നും വർക്ക്. പക്ഷെ എല്ലാ സിനിമകളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണയഗാനങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തത്. ഉള്ളില് പ്രണയം ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സത്യം പറയണം. ക്യാമറ അതല്ലേ പറഞ്ഞ പുള്ളിക്ക് പ്രണയം ഉണ്ടായിരുന്നു, അവർക്ക് പ്രണയമില്ല. ഈ 12 പേരോടും മണ്ണയായിരുന്നു. ഇല്ല ഇപ്പൊ പക്ഷെ പണ്ട് ഒരുപാട് പേരെ പക്ഷേ ഒക്കെ കപ്പിന്റെ ചുണ്ടിന്റെ ഇടയിൽ ഓരോന്ന് പോതാ പോട്ടെ. അതൊക്കെ ഒരു കാലം. എന്തായാലും ഈ പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ നമ്മൾ ഇതിന് പ്രതികാരം ഇട്ടാൻ പോവാണ്. കൂടെ അങ്ങോട്ട് ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒരു പെപ്പി പെർഫോമൻസിനായിട്ട് ഒരു 5 പേരെ അങ്ങോട്ട് തരുവാണ്. ഡാൻസ് ചെയ്തൊന്ന് അർമാദിച്ചാൽ ആ വിഷമം നമുക്ക് എന്താ പറയാ മൈബോ സിനിമയിലെ കണ്ടോ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പോ മട്ടം കരുകളിയ. അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പോ മട്ടം കരുകളിയ. അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കിട്ടിയപ്പോ മട്ടം കരുകളിയ. അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ. എന്താ സ്നേഹം കാരനാണോ, എന്താ സ്നേഹം കടലാസാണോ, എന്താ സ്നേഹം ഭിന്നറാണോ, മരിക്കാൻ പോയവളെ മഴ കണ്ട് മടങ്ങല്ലേ, ദഹനം തുടങ്ങിയ ഞാനൂലും തലപൊക്കും. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലെട്ടുപൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കിട്ടിയപ്പോ മട്ടൻ കറികളിയ. അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി പുത്തിരി കത്തിച്ചേ. സന്തോഷേട്ടന്റെ പെർഫോമൻസ് കണ്ട് എന്തെന്ന് എങ്ങനെ പാടും പെണ്ണിന്റെ പുഞ്ചിരി കണ്ടില്ല, നമ്മള് മാറ്റിയല്ലോ. സന്തോഷം പുഞ്ചിരി കണ്ടില്ല.
പൊട്ടിയേ കേട്ടോ, ഭയങ്കര- നട്ടം കറങ്ങളിയാ അങ്ങനെ സാധനമുണ്ട് അല്ലേ? അതെ അതെ ഒരു പെണ്ണിനെ ഭയങ്കര കെട്ടിയപ്പം വട്ടം കറികളിയ ഈ പാട്ട് എഴുതിയതാരാ? ഞാൻ എഴുതിയ യോ എന്തൊരു കുറുമ്പ എന്തൊരു രസമുള്ള ലിറിക്സ് ആണല്ലോ. അടിപൊളി സൂപ്പർ. നമ്മൾ പലപ്പോഴും പറയില്ല അങ്ങനെ പ്രണയം എന്ന് പറയുമ്പോ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പാട്ടുകളാണെങ്കിൽ അല്ലെങ്കിൽ സിനിമയുടെ കഥയാണെങ്കിൽ ഈ കഥ തിരഞ്ഞെടുക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? അതായത് നമ്മള് ഞാൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കവിതയായാലും പെട്ടെന്ന് അവരൊരു വിഷയം തന്നിട്ട് പെട്ടെന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരുവിധം ഏത് വിഷയം നിങ്ങൾ ഏത് സമയത്ത് തന്നാലും ഞാൻ പെട്ടെന്ന് എഴുതാറുണ്ട്. ഞാൻ മുമ്പേ അങ്ങനെ പല പ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോ അതായത് സന്തോഷം നല്ല കിടുക്കി പെർഫോം ചെയ്തു. ഗേൾസിന് അത്ര കൂടെ പെർഫോം ചെയ്യാനല്ലേ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ സന്തോഷേട്ടന്റെ കൂടെ പെർഫോം ചെയ്യണം, അതായത് ഒരു പെർഫോമൻസ് എങ്കിലും ഈ വേദിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാള് സന്തോഷേട്ടനെ കാണാൻ വേണ്ടിട്ട് വരികയാണ് കേട്ടോ. അത്രയധികം ആരാധന മൂത്തിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ കൊണ്ടുവരണം എന്നുള്ളത് ശരിക്കും ഈ ഫാൻ സോണിൽ ഇദ്ദേഹത്തിന്റെ റിക്വസ്റ്റ്, ഈ പെൺകുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ സന്തോഷ് പണ്ഡിറ്റിനെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഏതായാലും അവര് പറഞ്ഞു, ആ ചേച്ചി പറഞ്ഞു, അത് നമ്മൾ മാനിച്ചു. അതോടൊപ്പം അവരുടെ അടുത്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വേദിയിൽ സന്തോഷ് ചേട്ടന്റെ കൂടെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഗേൾസിന് ഈഗോ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മേലെ അവര് പെർഫോം ചെയ്താൽ നാണക്കേടാവും. നോക്കാം. ഓക്കെ സന്തോഷ് ചേട്ടാ, വിത്ത് യുവർ പെർമിഷൻ ഞാൻ വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. ചോട്ടേന്ന് വെച്ചപ്പോ ഇങ്ങനെ കൊച്ചു കള്ളി എന്നൊക്കെ. അപ്പൊ ഏതായാലും സന്തോഷ് ചേട്ടന്റെ ആ ഒരു ബിഗസ്റ്റ് ഫാനിനെ, ആ ഒരു ലേഡി ഫാനിനെ നമുക്ക് സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യാം. ആ പടത്തിന്റെ ലൊക്കേഷൻ കഴിഞ്ഞല്ലോ, അത് ബാക്കപ്പായി. രാവിലെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നേ. സ്ത്രീക്ക് എന്ത് സുരക്ഷയുള്ളത്? കാറിലല്ല ഞാൻ പാലുകാരൻ മണി എൻ്റെ സൈക്കിളിൽ കയറി വന്നു. ശരി ഓക്കെ ശരി. ഉരുക്കി സതീശൻ, ഞാനിങ്ങനെ ആലോചിക്കാം, ഇയാൾ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ ചിരഞ്ജീവി IPS. ഇങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. ഉരുക്കി സതീശൻ പറ്റിക്കാൻ പറ്റില്ല. എന്റെ ചിത്തുബായി എന്ന ചോക്ലേറ്റ് ബായി, എന്റെ ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ. എന്റെ ദൈവമേ, ഞാൻ എവിടെയെല്ലാം തിരക്ക് നടന്നെന്നറിയാവോ? ഒന്ന് കാണാൻ വേണ്ടി, ഈ രാധേര കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി എവിടെയെല്ലാം ഞാൻ തിരക്കെന്നറിയാവോ? ഭാഗ്യം തേടിയ വള്ളി കാലിച്ചിട്ടി, എന്റെ ഭാഗ്യം. അല്ലല്ല, ആരാണ് നിങ്ങള്? മനസ്സിലായില്ല? ഫാനാന്ന് കേട്ടിട്ടുണ്ടായി. സോറി അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണില്ല. കാരണം എന്ന് പറഞ്ഞാല് മലയാളത്തിലെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. കൂടുതൽ ഞാൻ തെലുങ്ക്, ഉറുദു, പിന്നെ മറാഠി ഇങ്ങനെ സിനിമകളിലാണ് ഞാൻ കൂടുതൽ ആർട്ടിസ്റ്റ് ആണോ? സിനിമ. അപ്പൊ അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള സിനിമകളിൽ തെലുങ്കിലൊക്കെയാണ് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. കണ്ണടച്ചിട്ടുണ്ട്, കവിളിൽ തരരുത്, കയ്യിലേ തരാവൂ. മനസ്സിലായില്ല, രോമാഞ്ചം വരും. ചേച്ചി കണ്ണടക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല, അപ്പൊ കന്നഡയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നാണ്. കന്നഡയല്ലേ എന്റെ സ്ഥിരം മെയിൻ മേഖല. അത് ഞാൻ കൂടുതലും തമിഴ് പിന്നെ തെലുങ്ക് സിനിമകളാണ് അഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് മലയാളത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് ഉണ്ട്. അഭിനയിച്ചിട്ടില്ല, മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ലല്ല, അതെ, മലയാളത്തിൽ ഞാൻ ഫ്രഷ് ആണ്. അപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. പൃഥ്വിരാജ്, കുഞ്ചാക്കോവൻ, ലാലേട്ടൻ, മമ്മൂക്കൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതല്ല, മലയാളത്തിൽ ആദ്യമായിട്ട് എന്റെ കാല് പതിയണമെങ്കിൽ അത് എന്റെ സന്തോഷ് ഏട്ടന്റെ സിനിമയിൽ എന്റെ നായികയായിട്ട്, സന്തോഷ് ഏട്ടന്റെ നായികയായിട്ട് അഭിനയിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ തമിഴ്നാട്ടിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേമസ്. തമിഴ്നാട്ടിലാണ്. പിന്നെ ഈറോഡ് കഴിഞ്ഞ് തിരക്കാൻ മതി, ഞാൻ ഫേമസ് അല്ലേ? ആരും ചോദിച്ചാലും പറഞ്ഞു തരും. സിനിമയുടെ അഭിനയിച്ച സിനിമയുടെ പിന്നെ ഞാൻ അവിടെ ഫേമസ് അല്ലേ? എങ്ങനെ? എത്ര സിനിമകൾ ഞാൻ ഫേമസ് എടുത്തങ്ങനെ ചോദിക്കണ്ട. ഫേമസ് എങ്ങനെ, എവിടെ, ഏത് പടം? തെലുങ്ക് പടത്തിൽ എങ്ങനെയാണ്? തെലുങ്ക് പടത്തില് തെലുങ്ക് പടത്തിലെ കാര്യം ചോദിക്കരുത്. ഞാൻ ചോദിച്ചെങ്കിൽ പറഞ്ഞേ പറ്റൂ. അല്ല, അതൊരു ഭയങ്കര സംഭവം. എന്താ? കാരണം നമ്മള് മലയാളികളല്ലേ, നമുക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലല്ലോ. നമ്മൾ പിന്നെ സംസ്ഥാനത്ത് ചെന്ന് അഭിനയിക്കുന്നതല്ലേ. അപ്പൊ ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴും 2 നായികമാരുണ്ട്. അപ്പൊ മെയിൻ നായിക ഞാൻ ആവണമെങ്കിൽ ആ പ്രൊഡ്യൂസർ പറയല്ല, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണമെന്ന്. എനിക്ക് സഹായത്തിന് എനിക്ക് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മാറി എന്ന് കരയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ പ്രൊഡ്യൂസർ എന്റെ മുഖത്ത് നോക്കി പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന്. ചേച്ചി അത് മനസ്സിലായില്ല. എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ്? 200 രൂപ പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അവിടെ ചെന്നപ്പോ 50 രൂപ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഞാൻ സമ്മതിക്കോ? ഞാൻ പിന്നെ തറയെ കിടന്ന് അവിടെ കിടന്ന് ഉരുണ്ട് 25 രൂപ ഞാൻ കൂടുതൽ വാങ്ങിച്ചു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അല്ല, നിങ്ങൾ അപ്പൊ ഭയങ്കര ഫേമസ് ആണ് തെലുങ്കിലും തമിഴിലും. ഹലോ എങ്ങനെ? അത് നീ ഒരെണ്ണം ഉണ്ടാക്ക്.
വാഴ വെച്ച് ഇങ്ങനെ വലിച്ച് ചുരുട്ടി മടക്കി ഉണ്ടാക്കാൻ എന്താണ് നിനക്ക് പാട്? ഞങ്ങൾ എല്ലാവരും അങ്ങനെയല്ലേ ഉണ്ടാക്കി വെച്ചാൽ കുടുംബശ്രീയിൽ ഇപ്പൊ നിനക്ക് അറിഞ്ഞൂടെ? ഇപ്പൊ ഈ ഒരു ചുമ്മാടം ഉണ്ടാക്കാൻ നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ എടുക്കുക, നനയ്ക്കുക, ചുരുട്ടുക, ചുരുട്ടിങ്ങനെ കാലിങ്ങനെ വെച്ച് കെട്ടിയിട്ട് തലയിൽ വെക്കാൻ നിനക്ക് എന്താണ് പാട്? ഇപ്പൊ എന്റെ ചുമ്മാട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അറുപ്പത്തിയും തരാൻ പറ്റുന്നില്ല. അവരവർക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് നമ്മളെ പ്രോപ്പർട്ടിയാണ്. ഈ ഒരുപാട് പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, കന്നഡയിലെ ആരുടെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം? കന്നഡയിലെ ബാലകൃഷ്ണ എന്ന് പറയുന്ന ഒരു നായകൻ. എനിക്ക് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നായകന്റെ കൂടെയാണ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പടം പേക്കപ്പായി. ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ നായകന്റെ ഡാൻസ്, ഇവിടെ ഒരു പൊക്കമുള്ള ഒരു പയ്യൻ കളിക്കില്ലേ, ഷിയാസ് എന്ന്, അദ്ദേഹത്തിന്റെ ഡാൻസ് പോലെ നായകന്റെ ഡാൻസ് കണ്ടപ്പോ എനിക്ക് കലി കയറി. ഞാൻ തോക്കെടുത്ത് വെടിവെക്കുന്നത് ആ സീൻ ക്ലൈമാക്സ്. അപ്പൊ ഞാൻ തോക്കെടുത്ത് വെടിവെച്ചു. പക്ഷെ വെടിവെച്ച് പിന്നെ ആ പടം ബാക്കപ്പായി ഞാൻ വന്നു. 40 ദിവസമായി. പക്ഷെ ഇപ്പോഴും ഈ നായകന്റെ ദേഹത്ത് ഈ വെടിയുണ്ട കൊണ്ടിട്ടില്ല. അതിൽ നായകൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വെടിയുണ്ട പുറകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കന്നഡ പടത്തിൽ അങ്ങനെയാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു, ആ വെടിയുണ്ട ഇപ്പോഴും നായകന്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നറിയാം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ് ആ നായകന്റെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാം, പിന്നെ സാറേ നായകന്റെ ദേഹത്ത് കൊണ്ട ഇല്ല. അപ്പൊ ക്യാമറ ഈ നായകന് ഈ വെടിയുണ്ട കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന് എന്ന് കൊള്ളൂ അന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ കേക്ക് മുറിക്കും. ആടത്തിന്റെ റെമുനറേഷൻ ഒക്കെ എങ്ങനെയാണ്? എന്റെ പേയ്മെന്റ് എങ്ങനെയാന്ന്? അത് 200 മീനും പൊരിച്ച മീനും. ഞാനും പ്രൊഡ്യൂസറും തമ്മിൽ ഇത്തിരി കലിപ്പുണ്ടായി. അദ്ദേഹത്തിന് ഹെലികോപ്റ്റർ, പിന്നെ മറ്റേ റോൾസ് റോയ്സിന്റെ കാറ്, ബെൻസ് കാറ്, ഇതൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ ആഡംബരം കംപ്ലീറ്റ് കാണിക്കാം. ഞാനൊരു പൊരിച്ച മീൻ എടുത്തതിന് എന്റെ ഈ പല്ലില്ലേ, ഈ പ്രൊഡ്യൂസർ അടിച്ചിളക്കിയതാണ്. ഞാൻ മാഡത്തിന്റെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഞാൻ മലയാള പടങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. നിങ്ങൾ ഏതെങ്കിലും പടം റെക്കോർഡ് തകർത്തിട്ടുണ്ട്? തെലുങ്കിൽ റെക്കോർഡ് തകർത്താന്ന്. അത് റെക്കോർഡും തകർത്ത്, പ്രൊജക്ടറും തകർത്ത്, തിയേറ്ററും അടിച്ചു പൊട്ടിച്ച്, അതിന്റെ തിയേറ്ററിന്റെ മോലാളി പള്ളം പിടിച്ചിട്ടില്ല പോയത്. പിന്നെ അത്ര ഹിറ്റായില്ല ആ പടം. ഇനി അടുത്ത് ഓട്ടോഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ പേന കാണില്ല, പേപ്പർ മാത്രമേ കാണുള്ളൂ. ഓട്ടോഗ്രാഫ് വേണ്ട, ഒരു ഓട്ടോ കിട്ടിയ പേനയുണ്ട്. അയ്യോ അല്ല അത് ബീഡി മോഡലിലുള്ള പേനയാണത്. അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ ആറ്റിങ്ങിൽ എങ്ങനെ വന്നു? ആറ്റിങ്ങിൽ ഞാൻ വന്നത് ആദ്യം ഞാൻ കഴക്കൂട്ടത്ത് ഇറങ്ങിയിട്ട് ആറ്റിങ്ങിൽ വന്ന്. ആക്ടിങ്ങിലല്ല, ആക്ടിങ്, അഭിനയത്തില്. ഞാൻ വിചാരിച്ചേ ആറ്റിങ്ങിൽ എങ്ങനെ വന്നേനെ. അപ്പൊ ഞാൻ പെട്ടെന്ന് അതാ വിചാരിച്ചത്. പിന്നെ ആക്ടിങ്ങിൽ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാതിലകമായിരുന്നല്ലോ, ഞാൻ കലാപ്രതിഭയായിരുന്നല്ലോ. കലാപ്രതിഭയാണോ കലാതിലകം? രണ്ടുമായിരുന്നു ഞാൻ. അതെ, എനിക്ക് അഭിനയമല്ലാതെ ഞാനിപ്പോ ബിസിനസ് ഉണ്ട്. ഞാൻ ചുള്ളി ഓടിക്കുമ്പോൾ വിറ ഓടിച്ച് ഹോട്ടലിൽ കൊണ്ട് കൊടുക്കും, പിന്നെ നഴ്സറിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഉപ്പാവ് തരും, അങ്ങനെയൊക്കെയാണ്. അതാണ് മെയിൻ. അത് അഭിനയം ഉണ്ട്, ഇതുണ്ട്. കൂടുതലും ഞാൻ ചുള്ളി ഓടിക്കാനാണ് പോകുന്നത്. അതാണ് സംഭവം, ചുള്ളി ഓടിച്ച് തലയെ വെച്ച് അല്ലേ? മനസ്സിലായി. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം. ഞാൻ ആദ്യം അദ്ദേഹത്തിന് ഈ ഫ്ലോർ വരുന്നതിന് മുമ്പ് ഞാൻ പുറത്ത് വെച്ച് കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്തോ എന്നെ വലിയ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ കന്നഡയിലും തെലുങ്കിലും ഉറുദിലും ഒക്കെ ഒരുപാട് സിനിമ ചെയ്ത ആളാണ് ഞാൻ. ഇവിടെ നിന്ന് ഒരുപാട് കൺട്രോളർമാർ എന്നെ വിളിക്കുന്നുണ്ട് സിനിമയുടെ നായികയായിട്ടൊക്കെ. പക്ഷെ അതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ മലയാള മണ്ണില് ഞാൻ നായികയായിട്ട് കാല് കുത്തണമെങ്കിൽ അത് സന്തോഷ് പണ്ഡിറ്റ് ചേട്ടന്റെ കൂടെ എനിക്ക് അഭിനയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്നെ അത്ര പിടിക്കുന്നില്ല. ശരിക്കും ഇത് ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. കാരണം അന്യഭാഷയിലൊക്കെ ഇത്രയും ലീഡ് റോള് ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട് മലയാളത്തിൽ അവസരം എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയിലേ ചെയ്യുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ വേദിയിൽ ഒന്ന് പെർഫോം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ പറയുള്ളൂ. അത് മാനിക്കണം കേട്ടോ. നമ്മളിപ്പോ ഒരു ഫിലിം ചെയ്യുമ്പോൾ അതിന് പറ്റുന്ന ക്യാരക്ടേഴ്സിനാണ് നമ്മൾ ചെയ്യുന്നത്. 2011 ഒഡീഷയിലുള്ള ആളുകളെ പെൻഡിങ് ആണ്. വെറുതെ ഒരാൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്ത് നമ്മൾ തകർക്കുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം എനിക്ക് പോകുന്നില്ല. അത് കാര്യം വേറെ. ഇപ്പൊ നാളൊരു സമയത്ത് എന്നെ അഭിനയിക്കാൻ വന്ന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഇങ്ങനെ കഴിപ്പണം കെട്ടി കിടക്കല്ല, അതുകൊണ്ട് എനിക്കത് വിഷയമില്ല. എപ്പോഴും വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ്. താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യും പോണില്ലേ? അല്ല, പുള്ളി നടനാണോ? പുള്ളി റൈറ്ററാണ്, നടനാണ്. ഈ തങ്കച്ചിയെ പോലെ ഒരാളിനെ കയ്യിൽ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ വിടുന്നത് ശരിയാ? തങ്കച്ചി എന്തായാലും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും ഒരു പാസിംഗ് റോളോ ഞാനല്ല തീരുമാനിക്കുന്നത്. അടുത്ത ഞാൻ എഴുതുവാണെങ്കിൽ തങ്കച്ചിക്ക് ഒരു വേഷം എന്തായാലും കൊടുക്കാം. ഇവിടെ ഞങ്ങളെ ഫ്ലോറിൽ വന്നത് മെയിനായിട്ട് പോലെ തങ്കച്ചി പോലെ തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നായിക കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കാതെ വിടുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റാണ്. അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഒരു പാട്ട് സീൻ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു വന്നത് സാരല്ലോ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് എഴുതിയ ആളാണ്,
അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് എനിക്കൊരു പാട്ട് സീൻ എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അല്ല എന്നെ സംബന്ധിച്ച് മലയാളത്തിലോ കിട്ടുന്നില്ല കൂടാരം കളിക്കാൻ അപ്പൊ പിന്നെ തെന്നിന്റെ കൂടാരം കളിക്കാൻ. നിന്നോ കൂടാരം കളിക്കാനെ കൂടാരമല്ല ഷെഡ് ഷെഡ് കെട്ട പോലെ നിവർത്തിയില്ല. അപ്പൊ കൊണ്ട് പാട്ടിടാവോ? കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ ഒന്നും പറയാനില്ല, ഒരു ബെസ്റ്റ് എവർ പെർഫോമൻസ് ബൈ നമ്മുടെ തങ്കു ആൻഡ് ശശു. തങ്കുവിന്റെ ഒരു പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പിന്നിലെ എഫേർട്ടും കൂടെ നമ്മൾ പറയണം കേട്ടോ. മണിക്കൂറുകളോളം ഒരു കോസ്റ്റ്യൂം വേറൊരാളിൽ നിന്ന് ഇപ്പൊ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ആയിട്ട് മാറണം, അത്രയും നേരം മേക്കപ്പിന് വേണ്ടി, പിന്നെ ആ ഒരു എഫേർട്ട് അത് ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കോംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പുള്ളിക്ക് അത് നല്ലൊരു ഔട്ട് നമുക്ക് തരാൻ പറ്റൂ. തീർച്ചയായിട്ടും ശരിക്കും തങ്കു യു ഡിസേർവ് ദ ബിഗ് അപ്ലോസ്. ആ ഒരു സമയത്ത് ശശുവും കൂടെ വന്നപ്പോ ഉണ്ടല്ലോ, അതൊരു ഇരട്ടി മധുരായി, ഒരു ബിഗ് സപ്പോർട്ട് തന്നെയായിരുന്നു. ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കൈ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അല്ല ഈ തങ്കുവിന്റെ കൂടെ പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി. സത്യം. ആ ഫ്ലോയിൽ നമുക്കങ്ങ് ഒഴുകി പോവാം. അത്രത്തോളം ബാലൻസ് ചെയ്യിക്കും തങ്കു ഒരു സൈഡിൽ നിന്ന്. ലക്ഷ്മി തങ്കച്ചൻ ഒരുപാട് സ്ത്രീ വേഷം ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏത് ചെയ്താലും അത് വ്യത്യസ്തമായിട്ട് അല്ലേ? സത്യം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തങ്കുവിന്റെ. ഇതുവരെ ഒരു റിപ്പീറ്റേഷൻ ഈ വേദിയിൽ വന്നിട്ടില്ല. റിപ്പീറ്റേഷൻ വന്നാലും അത് കാണാൻ ഒരു മനോഹരമാണ്. സത്യം അല്ലേ? കുറുമ്പുണ്ടാവും, ക്യൂട്ട്നെസ് ഓവർലോഡഡ്. നമ്മള് ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തങ്ങളോട് എന്ത് സാധനം ചെയ്യാന്ന് പറഞ്ഞാലും നോ എന്നൊരു സംഭവമില്ല. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ. നമ്മുടെ ചാക്കോച്ചൻ വന്നപ്പോഴാണെങ്കിലും തങ്കുവിന്റെ പെർഫോമൻസിനെ പറ്റി എടുത്തു പറഞ്ഞതാണ്. എന്തിനാ ഇങ്ങനെ അതെ, നമ്മൾ ചിരിപ്പിച്ചുകൊണ്ട് ഇരിക്കുക. നമ്മളെ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു മണിക്കൂറോളം നമ്മളെ കാണാൻ വേണ്ടി ടി വിയുടെ ഫ്രണ്ട് ഇരിക്കല്ലേ, അപ്പൊ നമ്മൾ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക അവരെ. കണ്ടോ, ആ ഒരു ക്യാരക്ടർ മാറിയപ്പോ തങ്കച്ചനും എതിരെയായി. പക്ഷെ നമ്മുടെ തങ്കു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തങ്കു കൂടെ ആവൂല്ലേ തങ്കു. അപ്പം ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതാണ് ഒരു ട്രൂ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പഞ്ച് ഡയലോഗില് ഒന്നും കൂടെ എനിക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും.
തിലകൻ സാറ് അർദ്ധനാരി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു തന്നെ പെൺവേഷം കെട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് അനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യാൻ ഭയങ്കര പാടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് തങ്കച്ചൻ അറിയാമല്ലോ. ഈ വന്നിട്ടുള്ള മാൻഡ്രസൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. യു വർ സോ ഹോട്ട് ഗേൾ. മേക്കപ്പ് ആയാലും കുഴപ്പമില്ല. ഐ ലവ് യു. നമുക്കെല്ലാം കൂടെ തങ്കച്ചന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. എന്റെ ഒരു ആഗ്രഹം അല്ലേ തങ്കോ. അപ്പൊ ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് രണ്ടുപേരോടും. മൈജി ഒരുക്കുന്നു റിയൽ ടൈം സെക്യൂരിറ്റിയോട് കൂടി നിങ്ങളുടെ വീടിനും അതുപോലെ ഓഫീസിനും ഏറ്റവും മികച്ച സുരക്ഷ. അതായത് ഇനി മുഴുവൻ സമയം ലൈവ് ഫീഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. വീടിന്റെ ആണെങ്കിലും ഓഫീസിന്റെ ആണെങ്കിലും സുരക്ഷയെ കുറിച്ചിട്ടുള്ള വേവലാതികളും ആവശ്യമില്ല. മൈജി അവതരിപ്പിക്കുകയാണ് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ ശരിക്കും നിങ്ങൾക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത്തരത്തില് ലഭിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HD ക്യാമറ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ വരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഉപകരണങ്ങൾ നമ്മളെ വീടിനും ഓഫീസിനും നൽകുന്നു. കൂടാതെ മൈജി ഒരുക്കുന്നു സ്മാർട്ട് ഹോം ഓഫീസ് ഓട്ടോമേഷൻ. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിരവധി പാക്കേജുകളാണ് സ്മാർട്ട് ഹോം ഓഫീസ് ഓട്ടോമേഷന് വേണ്ടിയിട്ട് മൈജി ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ഫിനാൻസ് സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഇനി മൈജിയോടൊപ്പം വീടിനും ഓഫീസിനും മികച്ച സുരക്ഷ ഉറപ്പുവരുത്താം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടാവും അല്ലേ? ടാലന്റ് ഇങ്ങനെ തിങ്ങിട്ട് നടക്കാൻ പറ്റില്ല അത്ര. അതായത് പാട്ട് പാടില്ല എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നാഷണൽ ആൻഡ് ഒന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാണ്ട് പാടിപ്പോവും. ഇതുപോലെ തന്നെയാണ് ഡാൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ചില പാട്ടുകൾ ഇടുമ്പോ അറിയാണ്ട് 2 സ്റ്റെപ്പെങ്കിലും നമ്മൾ വെച്ചു. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാരും ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോവാൻ പോണേ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് മുക്കാല മുക്കാബല. എങ്ങനെയാണ് മുക്കാബല കളിക്കണ്ടേന്നുള്ളത് പറഞ്ഞുതരാം. 2 ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കാം. 2 ടീമിലെ ഓരോ മെമ്പേഴ്സും നമ്മൾ ഹൂലാ ഹൂപ്പ് വെച്ചിട്ട് ഒരു ഹെഡ് ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് വെയർ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാലുമൊക്കെണ്ടോ സൂചിയാണ് ഇങ്ങനെ നിൽക്കണേ. ഇത് വെച്ചിട്ട് ഒറ്റ കാലിൽ നിലം തൊടാം. കറക്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാല് വെച്ചിട്ട് 1 2 പതുക്കെ പല സ്റ്റെപ്പ് ഇട്ടിട്ട് മുക്കാല മുക്കാബല ലൈല എന്ന് പറഞ്ഞു 2 കാല് തൊടാനേ പാടില്ല. ഇല്ല, ഒറ്റ കാലമിലാണ് സൂചി ഉള്ളത്. അത് വെച്ചിട്ട് മാക്സിമം ഏറ്റവും ആദ്യം ബലൂൺസ് പൊട്ടിച്ച് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കുക. അറിയാണ്ട് നമ്മുടെ ഉള്ളിലെ മുക്കാല പുറത്തു വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 2 ടീമിൽ ഓരോരുത്തരും കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ്. നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് മുക്കാല മുക്കാബല. പ്ലീസ്. 3 2 1. ഞങ്ങളുടെ ഡയലോഗ് അല്ലേ സമാധാനം. സമാധാനത്തിനടി അതിന് മറ്റേ അതുകൂടെ കാലത്ത് പൊടി അത് 2 പൊട്ടിയിലടി വരണേ. അതുകൂടെ മുക്കാല മുക്കാബല 2 സ്റ്റെപ്പ് ഞങ്ങൾ ഇങ്ങനെ കണ്ടുവരികയായിരുന്നു. ശരി, ഓക്കെ. മൊത്തം പൊട്ടി. അപ്പോ ഏതായാലും ഇതിൽ ജയിച്ചിട്ടുള്ള ലൈല എന്ന് പറയുന്നത് നമ്മുടെ അന്നാച്ചാക്കോ ലൈലയാണ്. എന്റെ ലൈലയുടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മുടിയുടെ ബലം കാരണം തിരിച്ചു കറങ്ങി ബ്ലോക്ക് ആയി പോയി. ശരി, അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഫസ്റ്റ് റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചിട്ടുള്ള ബിൻഷാന്റെ ടീമാണ്. ഇത് വൈരാഗ്യം തീർത്ത ശരിയല്ലേ? തോറ്റു കഴിഞ്ഞാൽ വിഷമമില്ലാണ്ടിരിക്കുമോ? ഓക്കെ, അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാൻ പോവാ. ഈ സെക്കൻഡ് റൗണ്ടിൽ കളിക്കാൻ വരേണ്ടത് ആരൊക്കെയാണ്? ഐശ്വര്യ ആൻഡ് ചൈതന്യ. മുക്കാബല കളിക്കാനായിട്ട് 2 അടിപൊളി പാർട്ടീസ് എത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ചൈതന്യം, ഒന്ന് പിന്നെ പറയണ്ടല്ലോ, ഏത് പ്രോപ്പർട്ടിയും കൊടുത്താൽ മതി അതേപോലെ തിരിച്ചു തരാം. ഓക്കെ, ഐഷു ആണ്. അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെയും കണ്ണ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശരി, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, ഐഷു റെഡി?
ചൈതന്യ റെഡി? അപ്പുറത്തെ ടീമിന് നിൽക്കുന്ന ആളുകൾ തൊഴി കൊണ്ട് ചാവാതിരിക്കണമെങ്കിൽ നോക്കി കണ്ട് നിന്നോ. ശരി ട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നീ അവിടെ നിന്നിട്ട് ഒരു സമാധാന കളി. ഇത് എന്തിനാ അടി ചെയ്ത്? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ഇവിടെ നിൽക്കുക അത്ര തന്നെ. ഇനി പൈപ്പ് തുടങ്ങാം. അല്ല ഫ്രണ്ട് അടിക്കേ. എന്റെ എന്തിനീ വെപ്രാളം മൊത്തം അവിടെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം സംഗതി ഈ ഗെയിമിൽ ഐഷുവാണ് ജയിച്ചതെങ്കിലും എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ എഫേർട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഐഷുവിന് എന്താ നാഗവല്ലി കയറാണോ നമ്മൾ പറയുന്നത് കേട്ടിട്ട് സമാധാനത്തിൽ കളിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഭയങ്കര ഡേഞ്ചറസ് രീതിയിൽ ഐഷു നടന്ന അവിടം വരെയൊക്കെ പോയി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒക്കെ പോയി. അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ. കിഷോറിന്റെ വായിലെ വെള്ളം പറ്റി. എന്തൊക്കെ പറഞ്ഞാലും അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം അതും ഐഷുവിന്റെ കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ലാസ്റ്റ് മിനിറ്റ് ഒരു ആദ്യം പ്രോപ്പർട്ടി കേടാക്കിയത് കയ്യിലിരിപ്പോണ്ടാണ്. അപ്പോഴേക്കും ഇവിടെ ചൈതന്യയുടെ പകുതി മുക്കാലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രോപ്പർട്ടി കേടായി രണ്ടാമത് റീപ്ലേസ് ചെയ്ത് ഗെയിം കളിച്ച് കേറി വന്ന് വിന്നറായി. ദാറ്റ് മീൻസ് ദ ഗ്രേറ്റ് ജോബ്. കൺഗ്രാറ്റുലേഷൻസ് ചൈതന്യ. സ്റ്റാർട്ടിങ് വളരെ നന്നായിട്ട് കളിച്ചു. ആ പോണ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ചൈതന്യ ആയിരിക്കും ജയിക്കുന്നത്. പക്ഷെ നോ പ്രോബ്ലം. നല്ല ടീം സ്പിരിറ്റും ഗെയിം സ്പിരിറ്റും ഉള്ള ഒരാളാണ്. ഇതിന് മുമ്പൊക്കെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ ടീമിനെ അല്ലെ. കുഴപ്പമില്ല. 2 ബലൂൺസ് അല്ലേ വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇപ്പോ എങ്ങനെയാ ഗെയിമിന്റെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലൂണാന്ന് പറഞ്ഞ അനുവിനെ 2 പ്രാവശ്യം ചവിട്ടി. അപ്പോഴാണ് മനസ്സിലായത് അത് ബലൂൺ അല്ല. ഓക്കെ, ഇതെല്ലാം ഫൈനൽ റൗണ്ടിലേക്ക് പോവാണ്. ഗെയിം ആവുമ്പോ അതിന് ഭയങ്കര പവർ വേണ്ടേ? 2 ടീമിലെയും സോണിയാസിനെ വിളിച്ചാലോ? അരെ സോണിയ, എന്ത് സംഭവിക്കാം. സൂചി വെച്ചിട്ടുള്ള കളിയാ. കളിക്കണത് ആരൊക്കെയാണ്? നമ്മുടെ അഫീസ് കെയും അതുപോലെ ഷിയാസ് കരീമും. ഫൈനൽ റൗണ്ടാണ്. ഇപ്പൊ ടൈലാണ് നിൽക്കണേ. ആരൊക്കെ മുക്കാബല കളിക്കും, മുക്കാബല കളിക്കാണ്ടിരിക്കും ഇപ്പറിയാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനെ പിടിച്ചോ. അല്ല അവിടെ ഇല്ല. റൈറ്റ് അങ്ങനെ പിടിച്ചോ. റൈറ്റ് പിടിച്ചോ. സൂചി പോയി റൈറ്റ് തന്നെ പിടിച്ചോ. റൈറ്റ് ഉള്ളൂ, ലെഫ്റ്റ് ഇല്ല. ഇനി ഒന്നുകൂടെ റൈറ്റ് ടു ലെഫ്റ്റ് ട്വിസ്റ്റ് ചെയ്തോ. ഒന്നുകൂടെ നിവർത്തി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. ഒന്നും കൂടെ ഉള്ളൂ. മതി. അതൊക്കെ മതി. ഷിയാസ് ഒന്നുകൂടെ. ലാസ്റ്റ് വൺ. പതുക്കെ പതുക്കെ. Congratulations to Shiaz Kareem and team. ഇനി ക്ലൈമാക്സിലേക്കാണ് നമ്മൾ പോണേ. അതെ, ക്ലൈമാക്സ് എന്താ? ക്ലൈമാക്സ് സാധാരണ ക്ലൈമാക്സ് അല്ലേ? പടപടാന്ന് കുറെ സൗണ്ട് കേൾക്കും. ഓക്കെ, അപ്പൊ സൗണ്ട് കേൾക്കാനുള്ള ആ ഒരു യന്ത്രവും അതുപോലെ ടിൻ 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 എന്ന് കേൾക്കാനുള്ള ആ ഒരു മണിയും എല്ലാം പോരട്ടെ അല്ലേ? മുന്നോട്ടെ. അപ്പൊ ആ യന്ത്രങ്ങൾ 2 വന്നിട്ടുണ്ട്. അപ്പൊ ജയിച്ച ടീമിന് ഇനി എന്താന്നുണ്ടെങ്കിലാവാം. അപ്പൊ ഇതെല്ലാം ടീം ക്യാപ്റ്റൻ വന്നോളൂ. ജിങ്ങണമണി അടിച്ചോളൂ. അടി ക്യാപ്റ്റൻ കൂട്ടമണി. അടി ക്യാപ്റ്റൻ കൂട്ടമണി.
അടി ക്യാപ്റ്റൻ കൂട്ടമണി, അടി ക്യാപ്റ്റൻ കൂട്ടമണി. ഇനിയാണ് കൂട്ടമണി. ഓ, ആ ഹാസ്യം. അല്ല അങ്ങനെ പറയാൻ പറ്റൂലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ അടി വാങ്ങാൻ പോയല്ലേ? ഞങ്ങൾ ടീം ഞങ്ങൾ എന്ത് പറയും? ഞങ്ങൾ എൻജോയ്മെന്റ് ടീമാ. ആ വീട്ടിലെ ചായയും മിശ്രം ലഡു അവരെ കല്യാണത്തിന് അവിടെ ചെന്നപ്പോ അവര് മൈൻഡ് ചെയ്യുന്നില്ല. വരൂ വരൂ നായികേ വാനിൽ, വരൂ നായികേ വാനിൽ. അതിന് മുമ്പ് ഞങ്ങളുടെ ആഗ്രഹമുണ്ട് സർ. പറയൂ. ഞങ്ങൾ തോറ്റ ടീമിന്റെ ഒരു ഫോട്ടോ എടുക്കും. എല്ലാവരും നമ്മൾ തോറ്റ ടീം. തോറ്റ ടീമിന്റെ ഫോട്ടോ എടുക്കണോ? റെയർ ആയിട്ടോ ക്യാമറ തിരിച്ചുപിടി സാർ. അതുപോലെ അഭിമാനത്തോടു കൂടി വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. അതെ, അതിനൊന്നും ആയിട്ടില്ല. നിങ്ങൾ വന്ന് അടിമേടിക്കും. പിന്നെ അതാ ഫോട്ടോ എടുക്കാൻ അറിഞ്ഞൂടെ? ഇവിടെ പുള്ളിക്ക് അറിയില്ല, സാധനം അറിയില്ല. മോളിങ് മോളെ ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. വാ ഇങ്ങോട്ട് നീ. അസൂയാണല്ലോ. ഇവനൊക്കെ എങ്ങനെ രക്ഷപ്പെടും? മോളെ എന്തായിരുന്നു നേരത്തെ പ്രകടനം? മഞ്ഞക്കിളി വേട്ടെന്ന് അടിച്ചുവിടെ. എങ്ങനെ വേണം മോളെ? ഇങ്ങനെയുള്ള അടി വേണോ അതോ തുമ്പച്ചുള്ള അടി? എങ്ങനെ വേണം? എനിക്ക് നടുക്കത്തെ അത് മതി. അങ്ങനെ മതിയാ? അടുത്ത പീസ് മതിയാ? അവ നല്ല കട്ടിയാണ്, 1 നല്ല ടേസ്റ്റുമാണ്. 2 3 ഞങ്ങളും ജയിക്കും. എന്തേ അടിക്കല്ല ആള് മാറിപ്പോയി. മുതലാളിനല്ല വേണ്ട. നിങ്ങൾ വൈരാഗ്യം വെക്കും. ഞാൻ നിങ്ങളൊരു ചേട്ടനെ പോലെ കാണണം. നിങ്ങളോടൊക്കെ വൈരാഗ്യം വെക്കും. എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ. എന്നെ അടിച്ചവര് നിങ്ങളുടെ ഒരു ടീം മെമ്പർ കുറഞ്ഞു പോകും. സത്യമായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അടിയിടാ. ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഈ എന്റെ മക്കളെ ഇറത്തടിച്ച് ഇല്ലില്ല ഇല്ലില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇടാ. ആ ധൈര്യമുണ്ട്. എന്ത് അടുത്ത കളിയിൽ നീ തോക്കുമ്പോ ഞാൻ അടിക്കുന്നുള്ള പേടിയാ? അതൊന്നുമില്ല. ഇതിപ്പോ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. എപ്പോഴും തന്നെ എന്നെ അടിക്കൂ പ്ലീസ്, എന്നെ അടിക്കൂ. പറയുമ്പോ റെസ്പെക്ട് ചെയ്യണം. ക്യാപ്റ്റൻ ചൂടനാണ്. അടിച്ചൂടെ ഒന്നൊന്നര അടി അടിക്കണ്ടേ? എന്നാലും ഓർമ്മ വരുള്ളൂ. അടിയുടെ ധൈര്യം ഉണ്ടെങ്കിൽ അടിയുടെ. സുഖം വേണോ? സുഖം വേണം, അല്പം വേണം. 100 ഗ്രാം. ബാബുവാനി കഥാപ്രസംഗം നിർത്തിയിട്ട് അടി. 1 2 3 ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കന്മതിൽ ഗോപുരവാതിലിനരികെ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. പിച്ചയാണെങ്കിൽ ഞാൻ വാങ്ങണം. കച്ചേരി കഴിഞ്ഞ് പോവാം. നമ്പർ ഉണ്ടല്ലോ, വിളിക്കാം. അടുത്ത കച്ചേരിക്ക് വിളിക്കാം. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ കിട്ടിയത്. അതിന്റെ ഷെയർ എനിക്ക് തരണം. 3 രൂപ ഉണ്ട്. 2 രൂപ ഞാൻ ആ ഹെഡ്. അതാ വേറൊരു ഹെഡ് വരുന്നുണ്ട്. അയ്യോ ജയന്റെ പെങ്ങൾ വന്നു. ഇല്ല, ഇത് എനിക്ക് ചേട്ടന്റെ ബാക്കിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുക്കാനാ. നീ അടി. അപ്പൊ ബിഫോർ ആഫ്റ്റർ ഞാൻ തരാം. അതെല്ലാം അവൻ എടുത്തു തരും. എവിടെയൊക്കെ വേണമെന്ന് പറഞ്ഞേ. ഹലോ, എന്നെ ടച്ച് ചെയ്യാതെ മാറി. അതെ ജയിച്ച് ഹലോ മാറി. ഈ ഭാഗം ഒന്ന് സൂം ചെയ്തിട്ട്. ശരി, എവിടെ സൂം ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു. ഒന്ന് കിട്ടിയോ? ഇത് ബെസ്റ്റ് കേട്ടാ. പിന്നെ എന്താ ഇത് കൊള്ളുന്നതിന്റെ ഒരു വരയുടെ ഭാഗം ഇങ്ങനെ വരും. ഇത്ര എത്ര കോപ്പി വേണം? അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം വന്നാൽ മതി. കഴുകി വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. വീഡിയോ ആണോ? എങ്ങനെ കാലേ ചവിട്ടി അപ്പൊ അടി ചീറ്റിപ്പോയി. മതിയോ? അടിയും ചവിട്ടുണ്ട്. എനിക്ക് അടിക്കാനുള്ള സൗകര്യം ഒരുക്കി തരൂ.
1, 2, 3. നീ ആ വഴി അങ്ങ് പൊക്കോ. അത് കിട്ടിയോ സാർ? ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത്. ശരിയാണല്ലോടവേ. 3 എല്ലാണ് പൊട്ടിയത്. ഇത് എല്ല ചേട്ടാ. പിന്നെ മിണ്ടണ്ട, അത് പോട്ടെ. വേറെ കാര്യം. നീ ചാട്ട മറ്റേ വളച്ചു വെച്ചിട്ട് മറ്റേ ഹൃദയം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവള് മറ്റേ ബാക്ക് എന്നെന്തോ പറഞ്ഞില്ലേ? കറക്റ്റ് ബാക്ക് എന്നതോ? കോപ്പി എത്ര ചേട്ടാ ബിഫോർ ആഫ്റ്റർ ഇങ്ങനെ ചെയ്ത് വെക്കണം. പിന്നെ ഒന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടി. വീട്ടിൽ വെക്കാനോ? താങ്ക് യു. അച്ഛനയച്ചു കൊടുക്കാനോ ഗൾഫിൽ? ഇരുപടി ബാലിയുടെ ബാക്ക് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യം ഉണ്ടാവും. കളറാണോ? അമ്പ ആരാ? അമ്പ. ആരും നോക്കട്ടെ, വീശിയം കാടി. വാ. ചെല്ലേ. വേണ്ട, അയ്യോ ഫീൽ ആവും. 1, 2, 3. വേദന അറിയുന്നില്ല, ഒരു തരിപ്പ് മാത്രമേ ഉള്ളൂ. തഴമ്പിച്ചു പോയിരിക്കുക. നീ ഭാഗ്യവതിനടി അടിയിട്ടിട്ട് എപ്പോഴും നിന്നെ കൊണ്ടുവരുത്. നീ എന്നെ അടിച്ചാ മതി. എന്നെ അടുത്ത് മർദ്ദനം ആരംഭിക്കാൻ പോവുകയാണ്. ആ അടിക്ക് അർഹയായ ആ യുവതിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടി തരൂ. ഒരു മകളെ ഈ ലക്ഷ്യസ്ഥാനം നോക്കി നിൽക്കൂ. 3/4 അല്ലത് മിടിയല്ലേ? ജമ്മിയിലെ മധു സാറിന്റെ ഒരു എക്സ്പ്രഷൻ കൊടുക്കൂ. അങ്ങോട്ട് നിൽക്കൂ. വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ അഴലിൻ മുൾമുന തന്നിൽ നിൻ കഥയുടെ ശാപമോ. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നും പ്ലാൻ ചെയ്ത പോലെയല്ല. അൺപ്ലാൻഡ് ആയിട്ടുള്ള കുറെ കൊള്ളലുകളും കൊടുക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും topsinger@flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 8111990913 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.